ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2 മൊഡ്യൂൾ 2 പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ സിലബസിലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻസ് ജോമെട്രിക് ഡിസൈൻ ഓഫ് റെയിൽവേ ട്രാക്കിൽ തന്നെ കേർവ്സ്, അതിൻ്റെ റേഡിയസ്, സൂപ്പർ എലിവേഷൻ, കാണ്ട് ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനി വരുന്ന പാർട്ട് 5 നമ്മൾ ട്രാൻസിഷൻ കേർവ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ പാർട്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, അതിൻ്റെ ലെന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കേർവ്സും അതിൻ്റെ റേഡിയസ്, സൂപ്പർ എലിവേഷൻസ്, കാണ്ട് ഡെഫിഷ്യൻസി, അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ റെയിൽവേ ട്രാക്കിൽ കേർവ്സ് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പം അത് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ നീഡ് ഓഫ് കേർവ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് കണക്ട് ചെയ്യാൻ വേണ്ടി കേർവ്സ് കൊടുത്താൽ ചിലപ്പോൾ ആ ഒരു പ്ലേസിലോട്ട് ഡയറക്റ്റ്ലി നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വലിയ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കേർവ്സ് കൊടുക്കും. അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് ട്രാക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ കേർവ്സ് കൊടുക്കേണ്ടി വരും. പിന്നെ ലോങ്ങർ ആൻഡ് ഈസിയർ ഗ്രേഡിയൻറ്റ്, ആ ഒരു ഒത്തിരി സ്റ്റീപ്പ് ആകാതെ നമുക്ക് ട്രെയിന് ഈസിലി കയറി പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഗ്രേഡിയൻറ്റ് കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ അവിടെ കേർവ് കൊടുത്താലേ പറ്റത്തുള്ളായിരിക്കും. പിന്നെ എക്സ്കവേഷൻസ്, കട്ടിങ് ഒക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ മണ്ണെടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ ഫില്ലിങ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എർത്ത് വർക്ക് എടുക്കുന്നതൊക്കെ ഒരു ബാലൻസ് ആക്കി പോകണമെങ്കിൽ അവിടെ കേർവ് കൊടുത്താലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ടേ ട്രാക്ക് കൊടുക്കത്തുള്ളൂ എന്ന് നമുക്ക് അങ്ങ് വാശി പിടിച്ച് വെക്കാൻ പറ്റത്തില്ല. കാരണം കേർവ് കൊടുക്കേണ്ടടുത്ത് കേർവ് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ആ ഒബ്സ്ട്രക്ഷൻസിനെ അവിടെ നിന്ന് മാറ്റണം. ഒബ്സ്ട്രക്ഷനെ മാറ്റുക എന്ന് പറയുന്നത് അത്രയും കോസ്റ്റ് ആകും. ആ ഒബ്സ്ട്രക്ഷൻ അവിടെ നിന്ന് എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ചെറിയൊരു ഹില്ലോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഹില്ലിനെ അത്രയും പോർഷൻസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാം കോസ്റ്റ് കൂടുന്നതാണ്. അപ്പം ആ ഒരു ഒബ്സ്ട്രക്ഷനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു കേർവ് കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് റെയിൽവേ ട്രാക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നെസസിറ്റീസ് ഓഫ് കേർവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് കേർവ്സ് കൊടുക്കാൻ പറ്റാത്ത, മീൻസ് കൊടുത്താലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ ഒബ്ജെക്ഷൻസ് ഫോർ പ്രൊവൈഡിങ് കേർവ്സ് കൊടുത്താൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഒന്ന്, സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ കേർവിൽ നമ്മൾ സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെ വരുന്ന പോലെ ട്രെയിനിൻ്റെ സ്പീഡിൽ വരാൻ പറ്റത്തില്ല. കേർവിൽ എത്തുമ്പോൾ സ്പീഡ് ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പം സ്പീഡ് റെസ്ട്രിക്ഷൻസ് അവിടെ കാണും. പിന്നെ കേർവിലൊക്കെ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഡീറെയിൽമെൻറ്റ്, കൊളീഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലോഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആയിരിക്കും റെയിൽസിലോട്ടുള്ളത്. പിന്നെ കേർവ്സിൻ്റെ അവിടെ നമ്മൾ ഈ ലാറ്ററൽ ബെൻഡിങ് ഓഫ് റെയിൽസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോർ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതും ഒരു ഡീമെറിറ്റ് തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് കേർവ്സ് വെച്ചാലുള്ള ഒരു ചെറിയ ചെറിയ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വേണം പറയാൻ. അവിടെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും, പിന്നെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡൊക്കെ ആയിരിക്കും, പിന്നെ മോർ ഫിറ്റിങ്സ് വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഈ റെയിൽവേ ട്രാക്കിൽ 2 ടൈപ്സ് ഓഫ് കേർവ്സ് കൊടുക്കും എന്ന് പറയാം. ഒന്ന്, ഹൊറിസോണ്ടൽ കേർവ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ കേർവ് നമ്മൾ കൊടുക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ കേർവ്. ഓക്കെ, സ്ട്രെയിറ്റ് അല്ല, അലൈൻമെൻറ്റ് സ്ട്രെയിറ്റ് അല്ല, ഇനി ഒന്ന് തിരിഞ്ഞു പോകണം, എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ഒന്ന് തിരിയണമെങ്കിൽ അവിടെ നമ്മൾ കേർവ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ അലൈൻമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഹൊറിസോണ്ടൽ കേർവ്. ഇനി വെർട്ടിക്കൽ കേർവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ, സ്റ്റീപ്പ് അല്ലെങ്കിൽ ഇച്ചിരി താന്നിട്ടുള്ളത്, റൈസിങ് ഗ്രേഡിയൻറ്റ്, ഡൗൺവേർഡ് ഗ്രേഡിയൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെയൊക്കെ ഗ്രേഡിയൻറ്റ് ചേഞ്ച് ഉള്ള സ്ഥലത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ട് മൂവ്മെൻറ്റ് വേണമെങ്കിൽ അവിടെ നമ്മൾ വെർട്ടിക്കൽ കേർവ്സ് കൊടുക്കും. ഓക്കെ, അപ്പം അതാണ് 2 ടൈപ്സ് ഓഫ് കേർവ്സ്. പിന്നെ ഇനി കേർവ്സ് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ലൊക്കേഷൻസ് ഏതൊക്കെ നോക്കാം. എവിടെയൊക്കെയാണ് കേർവ്സ് കൊടുക്കാനേ പാടില്ലാത്ത ലൊക്കേഷൻസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്ന്, ബ്രിഡ്ജസ്, ടണൽസ്, വയാഡക്റ്റ്, അങ്ങനത്തെ കേസസിലൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ബ്രിഡ്ജ് എത്താറാകുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്നും കൊടുക്കാൻ പാടില്ല. ലെവൽ ക്രോസിങ്, ഡീപ്പ് കട്ടിങ്സ്, സ്റ്റീപ്പായിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഉള്ള സ്ഥലത്തൊന്നും കേർവ് കൊടുക്കാൻ പറ്റത്തില്ല. സ്റ്റേഷൻ യാർഡ് അപ്രോച്ചസ്, ഇവിടെയൊന്നും നമ്മൾ കേർവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല, അതൊക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് എ കേർവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു റെയിൽവേ ട്രാക്കിൽ കൊടുക്കുന്ന കേർവ്ഡ് പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കേർവ്ഡ് പോർഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, സർക്കുലർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറയാൻ അതിന് മുന്നേ നമുക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക് കഴിഞ്ഞാൽ അടുത്ത ഒരു സർക്കുലർ കേവ് ആയിരിക്കും. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കിൽ നിന്ന് സർക്കുലർ കേവിലോട്ട് കയറാൻ പറ്റത്തില്ല. അത് പാടാണ്. അതുപോലെ തന്നെ ആക്സിഡന്റും ഡീറെയിൽമെന്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷനെ നമ്മൾ സർക്കുലർ കേവിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ട്രാൻസിഷൻ കേവ് കൊടുക്കും. എന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി സർക്കുലർ കേവിലോട്ട് കയറാതെ ചെറിയൊരു കണക്ഷൻ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ആൻഡ് സർക്കുലർ കേവ് എന്ന് വേണേൽ പറയാം. ആ ഒരു ചെറിയൊരു കേവ് കൊടുക്കും. അപ്പം മറ്റേ ആ സർക്കുലർ കേവിന്റെ അത്രയും റേഡിയസ് ഇതിന് കാണത്തില്ലായിരിക്കും. പക്ഷെ സർക്കുലർ കേവിലോട്ട് കയറാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു ചെറിയൊരു ട്രാൻസിഷൻ കേവ് കൊടുത്തിട്ടായിരിക്കും പിന്നെ അത് സർക്കുലർ കേവിലോട്ട് കയറുന്നത്. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള കേർവ്ഡ് പോർഷൻ എന്ന് പറയുന്നത് സർക്കുലർ ആണ്. ഓക്കെ, സർക്കുലർ ആകുമ്പോൾ എന്താണ്, അതിന്റെ ആ കേവിന്റെ ഏതൊരു പോയിന്റിലോട്ടുള്ള റേഡിയസ് സെയിം ആയിരിക്കും അല്ലേ. അപ്പം റെയിൽവേ ട്രാക്കിലെ കേവ്, അപ്പം അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു റെയിൽവേ ട്രാക്കിലുള്ള ഒരു കേവിനെ നമുക്ക് റേഡിയസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കേവ് വെച്ചിട്ടോ നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഓക്കെ, റേഡിയസ് വെച്ചിട്ടോ എന്താ ഡിഗ്രി ഓഫ് കേവ് വെച്ചിട്ടോ. ഓക്കെ, അപ്പം ഡിഗ്രി ഓഫ് കേവ് എന്താ നോക്കാം. അപ്പം ഡിഗ്രി ഓഫ് കേവ് എന്ന് പറയുന്നത്, നിങ്ങൾ ആ ഒരു ഫിഗർ കണ്ടോ താഴത്തെ ഈ ഒരു ഫിഗറിനകത്ത് ഒരു കേവാണ്, കേവിന്റെ ഒരു ആർക്ക് പോർഷൻ. ഓക്കെ, അപ്പോൾ 30 മീറ്റർ ലെന്ത് ഉള്ള ഒരു ആർക്ക്, ഒരു കേവിന്റെ ഒരു പോർഷനാണ്. അപ്പോൾ ആ ഒരു ആർക്ക് സെൻട്രലോട്ട് സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ കണ്ടോ, ഡി മാർക്ക് ചെയ്യുന്നുണ്ടോ, സെന്റർ ഓഫ് സർക്കുലർ കേവ്, അതിന്റെ ഒരു ആംഗിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആർക്കിന്റെ ഒരു കേവിലെ ഒരു ആർക്ക് 30 മീറ്റർ ഉള്ള ലെന്ത് ഉള്ള ഒരു ആർക്ക് സെൻട്രലോട്ട് സസ്പെൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദി കേവ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 30 മീറ്റർ ആണ് ആ ആർക്കിന്റെ ലെന്ത് പറയേണ്ടത്. സർക്കുലർ കേവ് ആയിരിക്കും, റേഡിയസ് 6 ആണ്. അത് സെൻട്രലോട്ട് സസ്പെൻഡ് ചെയ്യുന്ന ഉണ്ടാകുന്ന ഒരു ആംഗിളിനെയാണ് ഡിഗ്രി ഓഫ് ദി കേവ്, ആ പർട്ടിക്കുലർ കേവിന്റെ ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 6 എന്താണ് റേഡിയസ്, അത് മീറ്ററിലായിരിക്കും. ഡി എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ദി കേവ് ആണ്. ഇനി അടുത്ത പറയാനുള്ളത്, ഈ ഡിയും ആറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാ നോക്കാം. അപ്പം ഒരു ഫുൾ സർക്കിൾ അതിന്റെ സർക്കംഫറൻസ് എത്രയാണ്, ടോട്ടൽ സർക്കംഫറൻസ് 2πr ആണ് അല്ലെ. അപ്പം അങ്ങനത്തെ ഒരു ഫുൾ സർക്കിൾ അതിന്റെ സെന്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രി അല്ലെ. അപ്പം അത് ഉറപ്പാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, 360 ഡിഗ്രി ഡിവൈഡ് ബൈ 2πr എന്ന് വെച്ചാൽ അതിന്റെ ആംഗിൾ ഡിവൈഡ് ബൈ അതിന്റെ ടോട്ടൽ സർക്കംഫറൻസ്. ഇനി നമ്മുടെ ഇവിടുത്തെ കേസിൽ എന്താണ്, ഇവിടുത്തെ കേസ് ഒരു ആർക്കേ ഉള്ളൂ, അതിന്റെ ലെന്ത് എത്രയാണ്, അതിന്റെ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ ലെന്ത് അല്ലേ ഉള്ളൂ. അപ്പൊ 30 ആണ് അല്ലേ. പിന്നെ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാ, ക്യാപിറ്റൽ ഡി എ ഉള്ളൂ. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, ഡി ബൈ 30 എന്ന് പറയുന്നത് 360 ഡിഗ്രി ബൈ 2πr നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഡിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. ഡി ഈക്വൽ ടു 30 എന്ന് പറയുന്നത് മേലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 30 × 360 ഡിവൈഡ് ബൈ 2πr ആകും. പിന്നെ ബാക്കി കട്ടിങ്സ് എല്ലാം എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്ത് എഴുതാം, ഡി ഈക്വൽ ടു 1720/6. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അപ്പം റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ഡിഗ്രി ഓഫ് എ കേവ് എന്ന് പറയുന്നത് ഡി ഈക്വൽ ടു 1720/6 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റിനകത്ത് റേഡിയസ് തന്നിട്ടുണ്ടായിരിക്കും. ഡിഗ്രി ഓഫ് കേവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ വെറുതെ ആ 1720 ഡിവൈഡ് ബൈ 6 വാല്യൂ ചെയ്താൽ മതി. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം മനസ്സിലായല്ലോ. അപ്പം റെയിൽവേ ട്രാക്കിന്റെ മെയിൻ ആയിട്ടുള്ള കേർവ്ഡ് പോർഷൻ എന്ന് പറയുന്നത് സർക്കുലർ ആയിരിക്കും. അപ്പോൾ അതിന്റെ അങ്ങോട്ടുള്ള റേഡിയസ് എല്ലാം ഈക്വൽ ആണ്. അപ്പം ഒരു റെയിൽവേ കേവിനെ നമുക്ക് റേഡിയസ് വെച്ചിട്ടോ ഡിഗ്രി ഓഫ് കേവ് വെച്ചിട്ടോ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് കേവ് എന്ന് പറയുന്നത് 30 മീറ്റർ ഉള്ള ഒരു കേവിന്റെ ആർക്ക് സസ്പെൻഡ് ചെയ്യുന്ന സെൻട്രലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഡിഗ്രി ഓഫ് കേവ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത്, നമ്മളൊരു കേവ് കൊടുക്കുമല്ലോ, ആ കേവിന്റെ റേഡിയസ് ഒത്തിരി കുറയാനും പാടില്ല, അതിന്റെ ഡിഗ്രി ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഒത്തിരി കൂടാനും പാടില്ല. അതിനൊരു മിനിമം വാല്യൂ നമ്മൾ പറയുന്നുണ്ട്. അത് അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ 2 ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ്. ഒന്ന് വീൽ ബേസും, അടുത്തത് ഷാർപ്നെസ് ഓഫ് കേവ്. ഓക്കെ, അപ്പം വീൽ ബേസ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രെയിനിന്റെ 2 വീലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം ഈ ഡിഗ്രി ഓഫ് കേവ് ഈ ലെന്ത് ഓഫ് വീൽ ബേസിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള കേസിൽ വെഹിക്കിളിന് ആ ഒരു പർട്ടിക്കുലർ കേവിൽ കൂടെ അത്രയും ഡിഗ്രി ഓഫ് കേവ് ഉള്ള കർവേച്ചർ ഉള്ള ആ ഒരു പർട്ടിക്കുലർ കേവ് പോലത്തെ പോർഷനിൽ കൂടെ
ഈസിലി ഫ്രീലി റൺ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡീറെയിൽമെൻ്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വീൽ ബേസിനേക്കാളും ലെങ്ത് ഓഫ് ദി വീൽ ബേസിനേക്കാളും നമ്മുടെ ഡിഗ്രി ഓഫ് കേർവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഫ്രീലി മൂവ്മെന്റ് പോസിബിൾ ആവില്ല. അതുപോലെ തന്നെ ഡീറെയിൽമെന്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി ഷാർപ്നെസ് ഓഫ് കേർവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷാർപ്പായിട്ടാണ് കേർവ് ഇരിക്കുന്നതെങ്കിൽ എന്താ, നമുക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ പറ്റുമോ വെഹിക്കിൾ അതിൽ കൂടെ? കേർവിൽ കൂടെ ഇല്ല. അത് ഈസിലി നമുക്ക് അതിൽ കൂടെ മൂവ്മെന്റ് സാധിക്കത്തില്ല. കാരണം കേർവ് എന്ന് പറയുന്നത് അത്രയും ഷാർപ്പായിട്ടായിരിക്കുന്നത്. അപ്പം അത്രയും പോർഷൻ അപ്പം ഈസിലി വീലിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒത്തിരി സൂക്ഷിച്ച് വേണം ഒരു ട്രെയിൻ ഓടിക്കുന്ന ആള് ആ ഒരു പോർഷനിൽ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ. കാരണം ഷാർപ്പായിട്ടാണ് കേർവ് ഇരിക്കുന്നത്. അപ്പം അത് പാടില്ല. ഈ 2 ബേസിസിലാണ് പറഞ്ഞിരിക്കുന്നത്. കേർവിന് കൊടുക്കുന്ന റേഡിയസ് ഒത്തിരി കുറയാനും പാടില്ല, അതിൻ്റെ ഡിഗ്രി ഓഫ് കർവേച്ചർ ഒത്തിരി കൂടാനും പാടില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് സൂപ്പർ എലിവേഷൻ ഉണ്ടല്ലോ. നമ്മൾ ഹൈവേ എഞ്ചിനീയറിംഗിൽ പഠിച്ചായിരുന്നു. റോഡിൽ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നു, ഔട്ടർ സൈഡ് ഇച്ചിരി പൊക്കി കൊടുക്കുമെന്ന്. അതേ കേസ് ഇവിടെ ഉണ്ട്, റെയിൽവേ ട്രാക്കിനും ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം ഞാൻ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഡിഗ്രി ഓഫ് കേർവ് കൂടുന്നതോടെ സൂപ്പർ എലിവേഷനും കൂടും. ഓക്കെ, അപ്പം ഒത്തിരി ഡിഗ്രി ഓഫ് കേർവ് ലാർജ് ആണെങ്കിൽ സൂപ്പർ എലിവേഷനും കൂടുതലാക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അത്രയും പൊക്കി നമ്മൾ ഔട്ടർ റെയിലൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അത്ര ഈസിലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളൊരു ലിമിറ്റ് വെക്കണം എന്ന് പറയുന്നത്. എന്നാലേ നമുക്ക് വെഹിക്കിളിന് സ്റ്റേബിൾ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ആണ്. ബ്രോഡ് ഗേജ് ആണെങ്കിൽ മാക്സിമം ഡിഗ്രി ഓഫ് കേർവ് എന്ന് പറയുന്നത് 10 ഡിഗ്രി ആണ്. മാക്സിമം 10 ഡിഗ്രി ആകാൻ പറ്റത്തുള്ളൂ ബ്രോഡ് ഗേജ് ആണെങ്കിൽ. പിന്നെ മിനിമം റേഡിയസ് എന്ന് പറയുന്നത് ബ്രോഡ് ഗേജിൽ 175 മീറ്റർ. അങ്ങനെ മീറ്റർ ഗേജിൻ്റെയും നാരോ ഗേജിൻ്റെയും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പോവുക. ഓക്കെ, മിനിമം റേഡിയസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഡിഗ്രി ഓഫ് കേർവും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സേഫ് സ്പീഡ് ഓൺ കേർവ്സ്. ഓക്കെ, അപ്പം നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി നമ്മൾ പറയുന്നത് എന്താ, ട്രെയിൻ കേർവ്സിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്പീഡ് വേണം അവിടെ കൊടുക്കാൻ, അല്ലെ അവിടെ കൂടെ സേഫ് സ്പീഡ് വേണം പോകാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എ സ്പീഡ് വിച്ച് ഇസ് സേഫ് ഫ്രം ദി ഡേഞ്ചർ ഓഫ് ഓവർ ടേണിംഗ് ആൻഡ് ഡീറെയിൽമെന്റ് വിത്ത് എ സർട്ടൻ മാർജിൻ ഓഫ് സേഫ്റ്റി. ഒരു മിനിമം ഇത്രയും സ്പീഡിൽ കൂടെ അതിൽ പോകാൻ പാടില്ല, മാക്സിമം അത്രേ എടുക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സ്പീഡിൽ പോയാൽ ചിലപ്പം ഇങ്ങനെ ഓവർ ടേണിങ്ങും ഡീറെയിൽമെന്റ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സേഫ് സ്പീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കേർവിൽ കൂടെ കൊടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ഗേജ് ഓഫ് ദി ട്രാക്ക്, റേഡിയസ് ഓഫ് ദി കേർവ്, എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡഡ്, പിന്നെ ട്രാൻസിഷൻ കേർവ് പ്രസന്റ് ആണോ ഇല്ലയോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ കേർവ്സിൽ കൊടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പണ്ടത്തെ ടൈമിലൊക്കെ നമ്മൾ ഈ കേർവ്സിൽ കൊടുക്കുന്ന സേഫ് സ്പീഡ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോർമുലയാണ് മാർട്ടിൻസ് ഫോർമുല. ഓക്കെ, ഇപ്പം ഒന്നും ഈ ഒരു ഫോർമുല അല്ല യൂസ് ചെയ്യുന്നത്, റിവൈസ്ഡ് ഫോർമുലാസ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പുതിയ ടൈപ്പ് ഇക്വേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ സിലബസ് അനുസരിച്ചും അതിലെ ബാക്കി ഡീറ്റെയിൽസും പ്രോബ്ലംസ് ഒക്കെ അനുസരിച്ചും നമുക്ക് ഈ ഒരു ഫോർമുല നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പം മാർട്ടിൻസ് ഫോർമുല ഫോർ സേഫ് സ്പീഡ് ഓൺ കേർവ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ ട്രാൻസിഷൻ കേർവ്സ് എക്സിസ്റ്റ്. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ കേർവ് ഉള്ള കേസിൽ എങ്ങനെയാണ് ആ ഒരു സേഫ് സ്പീഡ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ബ്രോഡ് ഗേജ് അല്ലെങ്കിൽ മീറ്റർ ഗേജ് ആണെങ്കിൽ ആ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് വെച്ചാൽ വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 4.35 √r-67. ഇവിടെ വി എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലായിരിക്കും, R മീറ്ററിലായിരിക്കും. ഓക്കെ, ഇനി നാരോ ഗേജ് ആണെങ്കിൽ അത് 3.65 × √r-6. ഓക്കെ, ഇനിയും നാരോ ഗേജ് ആകുമ്പോൾ കിട്ടേണ്ട മാക്സിമം സേഫ് സ്പീഡിന്റെ വാല്യൂ 50 കിലോമീറ്റർ പെർ അവർ ആണ്. അത് കൂടാനും പാടില്ല. ഓക്കെ, നാരോ ഗേജിന്റെ കേസിൽ അത് പർട്ടിക്കുലർലി മാർക്ക് ചെയ്ത് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. നാരോ ഗേജിന്റെ കേസിൽ മാക്സിമം അതിന്റെ വാല്യൂ 50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം. ഓക്കെ, ഇത് എപ്പോഴാണ് ഈ ഒരു കേസ് ട്രാൻസിഷൻ കേർവ് എക്സിസ്റ്റ് ആയിരിക്കുമ്പോൾ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ട്രാൻസിഷൻ കേർവ് ആബ്സെന്റ് ആണെങ്കിൽ എങ്ങനെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞേതാ ട്രാൻസിഷൻ കേർവ് ഉള്ളപ്പോൾ ഉള്ള കേസിലെ ആ സെയിം ഇക്വേഷൻ, അതിൻ്റെ കൂടെ ബ്രോഡ് ഗേജും അതുപോലെ മീറ്റർ ഗേജിന്റെയും സെയിം ഇക്വേഷൻ ഇല്ലേ, അതേ × 4/5
അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആ ഇക്വേഷൻ 4/5 ചെയ്താൽ എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ 4/5 ചെയ്ത് കഴിഞ്ഞാലുള്ള ആൻസർ ആണ്. നിങ്ങൾക്ക് 2 ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ലേ അതിൻ്റെ വാല്യൂ ഇൻറ്റു 4/5 എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസിഷൻ കേർവ്സ് ആബ്സെന്റ് ആണെങ്കിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യും 20% എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് എയിൽ തൊട്ട് മുന്നേ പറഞ്ഞ സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത സ്പീഡ് ഉണ്ടല്ലോ അതേ ഇൻറ്റു 4/5 ചെയ്താൽ മാത്രം മതി. ഇതിപ്പം അത് ചെയ്തതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലുള്ള കേസ് ഞാൻ പറഞ്ഞത്. മറ്റേ ഇക്വേഷൻ ഇൻറ്റു 4/5 എന്ന് എഴുതിയാലും മതി. ഓക്കെ, നാരോ ഗേജ് ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ആവും. പിന്നെ നാരോ ഗേജ് ആണെങ്കിൽ മാക്സിമം 40 km/h ആകാൻ പാടുള്ളൂ. ഇനി അടുത്തത് ഭയങ്കര ഹൈ സ്പീഡ് വരുന്ന ഒരു ട്രെയിൻ ആണെങ്കിൽ, ഹൈ സ്പീഡ് ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ, അവിടുത്തെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇത് അത്ര നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് മറ്റു രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഏതാ? ട്രാൻസിഷൻ കേർവ് ഉള്ളപ്പോഴും ട്രാൻസിഷൻ കേർവ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ 4/5 ഇൻറ്റു മറ്റേ ആ സെയിം ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഈ സ്ലൈഡ് ഞാൻ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം റിവൈസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലാസ് വേറെ ഫോർമുലാസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് കേർവ് ഫുള്ളി ട്രാൻസിഷൻഡ് കേർവ് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ കേർവ് എക്സിസ്റ്റ് ആയിരിക്കുന്ന കേസിൽ ബ്രോഡ് ഗേജിന് ഇക്വേഷൻ എന്ന് പറയുന്നത് V = 0.27 √R × CA + CD എന്നൊക്കെ കണ്ടില്ലേ. അവിടെ CA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂപ്പർ എലിവേഷൻ ഉണ്ടല്ലോ, അതിനെ നമുക്ക് കാണ്ട് എന്ന് വിളിക്കാം, CANT. അപ്പം ആക്ച്വൽ കാണ്ട് അതാണ് CA എന്നുകൊണ്ടും CD എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണ്ട് ഡെഫിഷ്യൻസി എന്നൊരു ടേം പഠിക്കും, അതിൻ്റെ വാല്യൂസ്. അപ്പം നമുക്കിപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരാറൊന്നും ഇല്ല നമ്മുടെ K2-ൻ്റെ അതനുസരിച്ച്. അപ്പം ഇക്വേഷൻസ് പഠിച്ചില്ലെങ്കിലും വലിയ വിഷയമൊന്നും ഇല്ല. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു ഫസ്റ്റ് വൺ ഫുള്ളി ട്രാൻസിഷൻ്റെ കേർവ് ആയിരിക്കുമ്പോൾ ബ്രോഡ് ഗേജിലും മീറ്റർ ഗേജിലും നാരോ ഗേജിലും ഉള്ള ഇക്വേഷൻസ് ഒന്ന് പഠിക്കുക. ബാക്കി അങ്ങോട്ട് ട്രാൻസിഷൻ കേർവ് അല്ലാത്ത പല പല കേസസാണ് പറയുന്നത്. അത് നിങ്ങൾ നോക്കിയില്ലെങ്കിലും വിഷയമില്ല. മാർട്ടിൻസ് ഫോർമുല എന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ന്യൂ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ആ ട്രാൻസിഷൻ കേർവ് ഉള്ളപ്പോൾ ഉള്ള ഈ ഒരു 3 കേസ് ബ്രോഡ് ഗേജിലെയും മീറ്റർ ഗേജിലെയും നാരോ ഗേജിലെയും ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ CAയും CD എന്താണെന്ന് മനസ്സിലായല്ലോ. ആക്ച്വൽ കാണ്ടാണ് CA. CD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാണ്ട് ഡെഫിഷ്യൻസി. ആ 2 ടേംസും എന്താണെന്ന് നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിലുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ കാണ്ട്. അത് നമ്മൾ റോഡിന്റെ സൂപ്പർ എലിവേഷൻ പറഞ്ഞപ്പോൾ ഹൈവേയിൽ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞപ്പോഴും സ്മോൾ E വെച്ചാണ് ഡിനോട്ട് ചെയ്തത് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ സ്മോൾ E വെച്ച് തന്നെ ഡിനോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ഒരു കേർവിൽ കൂടെ ഒരു ട്രെയിന് മൂവ് ചെയ്യണമെങ്കിൽ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു വെഹിക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഹൊറിസോണ്ടലി ആക്ട് ചെയ്യും. ഓക്കെ, അതപ്പം ആ ഒരു സെന്റർ ഓഫ് ദി കേർവിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ടാവുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർ റെയിലില്ലേ, പുറത്തോട്ടാണല്ലോ ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഒരു എഫക്റ്റ് ഉള്ളത്. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പം നമ്മുടെ ഔട്ടർ റെയിലിലോട്ടുള്ള വെയിറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം ആ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി എന്താണ് എന്ന് വെച്ചാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ആക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഔട്ടർ റെയിലിനെ ഇച്ചിരി പൊക്കി കൊടുക്കണം. ഈ റേസ്ഡ് എബോവ് ദി ഇന്നർ റെയിലിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ പൊക്കി കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു അങ്ങോട്ടൊരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കത്തില്ല, എന്ന് വെച്ചാൽ രണ്ടും കൂടെ ബാലൻസ് ആയിട്ടിരിക്കാൻ വേണ്ടി. അതിനാണ് നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഔട്ടർ റെയിലിൽ ഇന്നർ റെയിലിൽ വെച്ചോട്ട് ഇച്ചിരി പൊക്കി കൊടുക്കും. അപ്പം ആ റേസ്ഡ് എലിവേഷൻ ഓഫ് ഔട്ടർ റെയിൽ എബോവ് ദി ഇന്നർ റെയിൽ അറ്റ് എ ഹൊറിസോണ്ടൽ കേർവിലുള്ള ഇങ്ങനത്തെ ഒരു റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാണ്ട് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതൊരു കേർവ് ആണ് അല്ലേ. കേർവിൽ ഒരു വെഹിക്കിൾ പോകുന്നു. അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുറത്തോട്ട്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് പുറത്തോട്ടുണ്ട്. താഴോട്ട് വെയിറ്റ് ഓഫ് ദി വെഹിക്കിൾ ഉണ്ട്, റിസൾട്ടൻറ്റ് ഫോഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മാർക്കിംഗ് അവിടെ എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് നോക്കാമല്ലോ, ഔട്ടർ റെയിലും ഇന്നർ റെയിലും കാണാം അല്ലേ. ഔട്ടർ റെയിൽ എന്ന് പറയുന്നത് ഇന്നർ റെയിലിനേക്കാളും കുറച്ച് എമൗണ്ട് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അത് ഈ ഒരു എഫക്റ്റിന് വേണ്ടിയാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്തായാലും ഉണ്ടാകും, അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റേസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനെയാണ് സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റേ റോഡിലെ ആ സെയിം കേസ് തന്നെ.
ഓക്കെ, അപ്പം ഒന്നും കൂടെ പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ് ഇൻ എലിവേഷൻ ബിറ്റ്വീൻ ഔട്ടർ റെയിൽ ആൻഡ് ഇന്നർ റെയിൽ അറ്റ് എ ഹൊറിസോണ്ടൽ കേർവ് ആണ് കാണ്ട്. ഇവിടെ നമ്മൾ ഇന്നർ റെയിലിനെ നമ്മൾ റെഫറൻസ് റെയിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, റെഫറൻസ്, അതിനെ റെഫറൻസ് ആക്കി വെച്ചിരിക്കുക. അത് ഒറിജിനൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യും, മറ്റേതാണ് പൊക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്നർ റെയിലിനെ നമുക്ക് വേണമെങ്കിൽ ഗ്രേഡിയൻറ്റ് റെയിൽ എന്നും വിളിക്കാം. പിന്നെ ഈ സൂപ്പർ എലിവേഷൻ നമുക്ക് ഇ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനിയും അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് വെച്ചാൽ ഈ കേർവ്സിൽ നമ്മൾ സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എന്താണ്? ടു ന്യൂട്രലൈസ് ദി എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതിൻ്റെ എഫക്റ്റ് ന്യൂട്രലൈസ് ചെയ്യാൻ. പിന്നെ വീലിൻ്റെ ലോഡ് രണ്ട് റെയിലിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. മറ്റേതാവുമ്പോൾ എന്താ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ഔട്ടർ റെയിലിലോട്ട് കൂടുതൽ വെയിറ്റ് ചെല്ലും. ഇപ്പം അത് ഒന്ന് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി രണ്ടിലോട്ടും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂപ്പർ എലിവേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഫോർ പ്രൊവൈഡിങ് സ്മൂത്ത് ട്രാക്ക്, ഇംപ്രൂവിങ് പാസഞ്ചർ കംഫർട്ട്. സ്മൂത്ത് ആയിട്ടുള്ള ട്രാക്ക് ആണെങ്കിൽ അതനുസരിച്ച് പാസഞ്ചേഴ്സിന് കംഫർട്ടും കൂടും. പിന്നെ റെയിൽസിലും അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ വീൽസിലൊക്കെ വീർ ആൻഡ് ടിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എപ്പോഴാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സൂപ്പർ എലിവേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റ്സ് എന്തെങ്കിലും പഠിക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സൂപ്പർ എലിവേഷൻ എന്താണെന്നൊക്കെ ചോദിച്ചതിൻ്റെ കൂടെ വാട്ട് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് സൂപ്പർ എലിവേഷൻ ഓൺ കേർവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ സൂപ്പർ എലിവേഷൻ ഇ, പിന്നെ ജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗേജ് ഓഫ് ദി ട്രാക്ക്, ക്യാപിറ്റൽ വി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ km/h, പിന്നെ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയസ് ഓഫ് ദി കർവ്. ഓക്കെ, ഇത് 4 തമ്മിലുള്ള റിലേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പം ഓരോന്നും എന്താന്ന് പറയുന്നുണ്ട്. W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വെഹിക്കിൾ കിലോഗ്രാമിൽ, സ്മോൾ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ m/s, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ ഇൻ km/h, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റർ, ജി എന്ന് പറയുന്നത് ഗേജ് ഓഫ് ട്രാക്ക് ഇൻ മീറ്റർ, സ്മോൾ ജി എന്ന് പറയുന്നത് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, പിന്നെ ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, പിന്നെ എസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് സർഫസിന്റെ ലെന്ത്. എന്ന് വെച്ചാൽ നമ്മൾ ഔട്ടർ റെയിൽ ഇങ്ങനെ പൊക്കി വെക്കുമ്പോഴേക്കും എന്താ, ഇന്നർ റെയിൽ ഔട്ടർ റെയിൽ എന്ന് പറയുമ്പം ഒരു ഇൻക്ലൈൻഡ് സർഫസ് ആണല്ലോ, അതിന്റെ ലെന്ത്. ഓക്കെ, അപ്പം അങ്ങനെ കുറേ മാർക്കിങ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. ഒരു ബലാസ്റ്റിനുള്ളിൽ സ്ലീപ്പർ ഇരിപ്പുണ്ട്, സ്ലീപ്പറിന്റെ മേലെ 2 റെയിലുണ്ട്, അതിന്റെ മേലെ 2 വീൽസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ വെഹിക്കിൾ ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, വെഹിക്കിളിന് സെന്റർ ഓഫ് ഗ്രാവിറ്റിന്ന് താഴോട്ട് വെയിറ്റ് ഉണ്ട്, പിന്നെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഇൻക്ലൈൻഡ് സർഫസിന്റെ ലെന്ത് എസ്, പിന്നെ സൂപ്പർ എലിവേഷൻ ഇ ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇ എന്ന് വെച്ചാൽ ഇന്നർ റെയിലും ഔട്ടർ റെയിലും തമ്മിൽ ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്, അതാണ് ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ആൽഫ എന്ന ആംഗിൾ കണ്ടോ, ഈ ചെറിയ ട്രയാംഗിൾ ആൽഫ, അതെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, എത്രയാണ് പൊക്കിയത്, അപ്പോൾ ഒരു ആംഗിൾ ഉണ്ടാവുമല്ലോ, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് W എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഗേജ് ആണ്, 2 റെയിലിന്റെ ഇന്നർ പോർഷൻസ് തമ്മിലുള്ള ലെന്തിനാണല്ലോ ഗേജ്, അത് ഇവിടെ ജി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുണ്ട്. ഇനി അടുത്തത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഗിവൻ ബൈ ദി ഫോളോയിങ് എക്സ്പ്രഷൻ. അപ്പം നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, F=W v²/gr. ഇവിടെ വി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്മോൾ വി. ഓക്കെ, m/s ആ വിയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ നമ്മൾ ഇൻക്ലൈൻഡ് സർഫസിന് അലോങ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പം ഇക്വേഷൻ 2 ഉണ്ടാവും. എന്ന് വെച്ചാൽ F × cos α = W × sin α. ഓക്കെ, ഇവിടെ കോസ് ആൽഫ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോസ് ആൽഫ എന്ന് പറയുന്നത് G/S എന്ന് വെച്ചാൽ കോസ് ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്താ, അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസും, സൈൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ്. അപ്പം G/S പിന്നെ സൈൻ ആൽഫ എന്ന് പറയുന്നത് E/S ആണ്. ഓക്കെ, ഈ 2 വാല്യൂസിനെയും കോസ് ആൽഫയുടെയും സൈൻ ആൽഫയുടെയും വാല്യൂ നമ്മൾ ആ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബാക്കി ക്യാൻസൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ഇക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാവും. അതാണ് G × small v²/gr m²ലുള്ള ഇക്വേഷനാണ്. ഓക്കെ, ഇപ്പം ഇതെന്ന് പറയുന്നത് സ്മോൾ വി എന്ന് പറയുന്നത് ഇവിടെ m/s ക്വസ്റ്റിനകത്ത് m/s സ്മോൾ വി തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ സ്മോൾ ജി എന്ന് പറയുന്നത് എന്താ, സ്മോൾ ജി ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, അപ്പോൾ അതിന്റെ വാല്യൂ 9.81 m/s² അല്ലേ.
ഇനി ആ സ്മോൾ ജിയുടെ വാല്യൂവും കൂടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് മിക്കവാറും ക്യാപിറ്റൽ വി ആയിരിക്കും തരുന്നത്. എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ കിലോമീറ്റർ പെർ അവർ ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 ഹൈവേയുടെ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ തന്നെയാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെ നമ്മൾ സ്മോൾ വി ആണ് തരുന്നതെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ വി ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, 0.278 അല്ലെങ്കിൽ ഇൻറ്റു 5/18 വെച്ചിട്ട് ആ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ആ സ്മോൾ വിക്ക് പകരം നമുക്ക് 0.278 ഇൻറ്റു ക്യാപിറ്റൽ വി ദ ഹോൾ സ്ക്വയർ ചെയ്ത് സ്മോൾ ജിക്ക് വരെ 9.81 എല്ലാം കൂടി ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഇത് കണ്ടോ, ഈ ഇക്വേഷൻ ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ ജി ഇൻറ്റു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ 127 ഇൻറ്റു ആർ. ഇത് മീറ്റേഴ്സിലായിരിക്കും ഇക്വേഷൻ കിട്ടുന്നത് ആൻസർ. ഇത് ഈയുടെ ഇക്വേഷൻ ആണല്ലോ. സൂപ്പർ എലിവേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ചെറിയ എത്ര റേസ് ചെയ്തു, അപ്പോൾ അത് മീറ്ററിലാണല്ലോ പറയുന്നത്. അപ്പം മീറ്റേഴ്സിലുള്ള ഇക്വേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ ഇവിടത്തെ വി എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ, ജി എന്ന് പറയുന്നത് എന്താണ്, ഗേജ് അല്ലേ, പിന്നെ ആർ എന്ന് പറയുന്നത് റേഡിയസ്. ഓക്കെ, ഇപ്പം ഇത് മീറ്റേഴ്സിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് മിക്കവാറും സെന്റിമീറ്റേഴ്സിലൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പം എന്താവും ഈ ഇക്വേഷൻ സെന്റിമീറ്റർ ആക്കാം, എന്തെടുക്കണം, 1.27 ആർ എന്നാവും. സെയിം ഇക്വേഷൻ ഇവിടെ 1.27 ആർ എന്നാവും സെന്റിമീറ്ററിൽ. അപ്പം നിങ്ങൾ ഇത് ലാസ്റ്റത്തെ ഈ സെന്റിമീറ്റർ ഇക്വേഷൻ പഠിച്ചാൽ മതി, കാരണം നമുക്ക് മിക്കവാറും സെന്റിമീറ്ററിൽ ഉള്ള ആൻസർ ആയിരിക്കും വേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ പഠിക്കുക, ജി ഇൻറ്റു ക്യാപിറ്റൽ വി സ്ക്വയർ ബൈ 1.27 ഇൻറ്റു ആർ. ഓക്കെ, അതാണ് എന്തിൻ്റെ ഇക്വേഷൻ, ആ സൂപ്പർ എലിവേഷൻ ഇക്വേഷൻ സെന്റിമീറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ജി എന്ന് പറയുന്നത് ഗേജ് ഓഫ് ദി ട്രാക്ക് അല്ലേ. ഇനി നമുക്ക് ഓരോ ഗേജിലും എങ്ങനെയാന്ന് നോക്കാം. അപ്പം ബ്രോഡ് ഗേജ് ആകുമ്പം ഗേജ് എന്ന് പറയുന്നത് എത്രയാ, 1.676. ഓക്കെ, 1.676. നമ്മളത് ഗേജസ് ഓഫ് ട്രാക്ക് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം 1.676 ആണ്. അപ്പം അത് എഴുതുക. അപ്പം ജിക്ക് പകരം ആ ഒരു വാല്യൂ ആകും. ഓക്കെ, പിന്നെ മീറ്റർ ഗേജ് ആകുമ്പം 1 മീറ്റർ ആണ്. അപ്പം 1 മീറ്റർ എന്ന് കൊടുക്കുക. ജിക്ക് പകരം 1 എന്നുള്ള വാല്യൂ വരും. നാരോ ഗേജ് ആകുമ്പോൾ 0.762 ആണ്. അപ്പം അത് ആ ജിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാകും, സെയിം ഇക്വേഷൻ ജിയുടെ സ്ഥാനത്ത് ഓരോ ഗേജിൽ ഓരോ പർട്ടിക്കുലർ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇക്വേഷൻ പഠിക്കുക. പിന്നെ ബ്രോഡ് ഗേജിന് ഇത്രയാണ് വാല്യൂ, നാരോ ഗേജിന് ഇത്രയാണ് ജിയുടെ വാല്യൂ, അതുപോലെ തന്നെ മീറ്റർ ഗേജിന് ഇത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതായിരുന്നു റിലേഷൻ ബിറ്റ്വീൻ ആ ഒരു 4 വേരിയബിൾസ്. ഓക്കെ, ഇനി അടുത്തത് ഇക്വിലിബ്രിയം കാണ്ട് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്താന്ന് നോക്കാം. അപ്പം എന്തായിരുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി ഔട്ടർ റെയിലിനെ ചെറുതായിട്ടൊന്ന് എലിവേറ്റ് ചെയ്യുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു ഇന്നർ റെയിലിനെയാണ് നമ്മൾ സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ജി വി സ്ക്വയർ ബൈ 1.27 ആർ സെന്റിമീറ്ററിൽ കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സംഭവത്തിന് നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയാൻ പറ്റും. എപ്പോഴാന്ന് വെച്ചാൽ ആ റെയിൽസിലോട്ടുള്ള പ്രഷർ, വീൽസിന്റെ പ്രഷർ 2 റെയിൽസിൽ നിന്ന് ഈക്വലി ആണ് പ്രഷർ എങ്കിൽ അത് അപ്പോഴും നമുക്ക് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതിന് റിസൾട്ടൻ്റ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ റിസൾട്ടൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വെഹിക്കലിൻ്റെ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, അതെല്ലാം റെയിൽസിൻ്റെ ടോപ്പിലോട്ട് ഒരു പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ വരുന്നത് എപ്പോഴാണ്, സൂപ്പർ എലിവേഷൻ കൊടുത്താൽ. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പം ഇൻ ദിസ് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ഓഫ് ഔട്ടർ റെയിൽ ആൻഡ് ഇന്നർ റെയിൽ, ആ ഒരു സ്റ്റേറ്റിൽ കേർവിലുള്ള ആ ഔട്ടർ റെയിലും ഇന്നർ റെയിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിന് നമുക്ക് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ, അത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം എന്നൊരു ടേം കൂടെ വന്നു, സെയിം ആ ഒരു എലിവേഷൻ ഡിഫറൻസ് തന്നെ, പക്ഷെ ആ ഒരു ടൈമിൽ 2 റെയിൽസിലോട്ട് ഈക്വലി ലോഡ് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ എലിവേഷൻ കാരണം ഇനഫ് ആയതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതുപോലെ തന്നെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി വെയിറ്റ് ഓഫ് ദി വെഹിക്കിളൊക്കെ റൈറ്റ് ആംഗിൾ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും കൗണ്ടർ ബാലൻസ് ചെയ്ത് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ സൂപ്പർ എലിവേഷൻ നമുക്ക് ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഇനി അതിനെ നമുക്ക് അല്ലാതെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. വെൻ ലാറ്ററൽ ഫോഴ്സസ് ആൻഡ് വീൽ ലോഡ്സ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ,
നമുക്ക് ഉണ്ടാകുന്ന ലാറ്ററൽ ഫോഴ്സസും വീലിൽ ഉണ്ടാകുന്ന ആ ഒരു വീൽ ലോഡും ഈക്വൽ ആകുമ്പോൾ ഉള്ള കാണ്ടിനെയാണ് നമ്മൾ കാണ്ട് ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനാണ് ഇക്വിലിബ്രിയം കാണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇക്വിലിബ്രിയം കാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇക്വിലിബ്രിയം കാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ സൂപ്പർ എലിവേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ, അപ്പം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നതുകൊണ്ട് ഫാസ്റ്റായിട്ട് വരുന്ന ട്രെയിൻ ഉണ്ടെങ്കിൽ അതിന് യാതൊരു വിധത്തിലുള്ള ഡേഞ്ചർ ഓഫ് ഓവർ ടേണിങ് ഓർ ഡിസ്കംഫോർട്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്ലോവർ ട്രെയിൻ, പതുക്കെ മൂവ് ചെയ്യുന്ന ട്രെയിനിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ ആ ഒരു സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതുകൊണ്ട് ഡീറെയിൽമെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. ഫാസ്റ്റായിട്ട് വരുന്ന ട്രെയിന് ഈ ഒരു സൂപ്പർ എലിവേഷൻ കൊടുത്തതുകൊണ്ട് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സ്ലോലി മൂവ് ചെയ്യുന്ന ട്രെയിൻ ആണെങ്കിലും വേറൊരു പ്രശ്നവും എക്സസ് ആയിട്ട് എന്ന് വെച്ചാൽ റേസ് ചെയ്യുന്ന എമൗണ്ട് ഒത്തിരി കൂടിപ്പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയം കാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ആവറേജ് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ആണ്. ഓക്കെ, അപ്പം മെജോറിറ്റി ഓഫ് ദി ഇന്ത്യൻ റെയിൽവേസും സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നത് നമ്മുടെ ട്രെയിനിൻ്റെ ആ ഒരു ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ ആ ഒരു ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അപ്പം ബ്രോഡ് ഗേജ് അല്ലെങ്കിൽ മീറ്റർ ഗേജിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പം 3 രീതിയിൽ പറയാം. ഓക്കെ, ഒന്നെന്ന് വെച്ചാൽ നമുക്കൊരു മാക്സിമം സാങ്ഷൻഡ് സ്പീഡ് എന്ന് വെച്ചാൽ മാക്സിമം ഒരു വാല്യൂ ഉണ്ട് വി മാക്സിന്. അതിനാണ് വി മാക്സ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ 50 കിലോമീറ്റർ പെർ അവർ ആകാൻ പാടില്ല, അതിലും ഓക്കെ ആ ഒരു വാല്യൂവിൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, വി മാക്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് വി മാക്സ് വെൻ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 50 കിലോമീറ്റർ പെർ അവർ ആകുമ്പോൾ ഉള്ള കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ആവറേജ് സ്പീഡ് കാണാൻ 2 രീതിയുണ്ട്. ഒന്ന് ആവറേജ് സ്പീഡ് കാണാൻ 0.75 ഇൻറ്റു വി മാക്സ് ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ, ആ വാല്യൂ ഇൻറ്റു 0.75 ചെയ്യുക. അതല്ലേ മാർട്ടിൻസ് ഫോർമുല ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ, ആ മാർട്ടിൻസ് ഫോർമുല വെച്ചിട്ട് സേഫ് സ്പീഡ് കണ്ടുപിടിക്കുക. ഇനി ഈ 2 വാല്യൂസിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, ഇതെപ്പോഴാണ് വെൻ വി മാക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 50 കിലോമീറ്റർ പെർ അവർ. അപ്പം ഈ 2 കേസിലെയും ലീസ്റ്റ് വാല്യൂ വേണം എടുക്കാൻ. ഇനി വെൻ വി മാക്സ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ 50 കിലോമീറ്റർ പെർ അവർ ആകുമ്പോൾ ആവറേജ് സ്പീഡ് കാണാം. ഒന്നെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ആ വി മാക്സിന് വാല്യൂന് ഈക്വൽ ആക്കാം, അല്ലെങ്കിൽ മാർട്ടിൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. ഇനി ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, ഇനി അതുമല്ല ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് പല വെലോസിറ്റിയിലുള്ള അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്ന ട്രെയിൻസ്, ആ സ്പീഡിൽ പോകുന്ന ഇത്രയും ട്രെയിൻ ഉണ്ട്, അങ്ങനത്തെ ഒരു വാല്യൂസ് ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഇക്വിലിബ്രിയം സ്പീഡ് കണ്ടുപിടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ N1 ഇൻറ്റു V1 പ്ലസ് N2 ഇൻറ്റു V2 പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ ടോട്ടൽ N. ഓക്കെ, ഇവിടെ N1 N2 N3 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രെയിൻസ് റണ്ണിങ് അറ്റ് സ്പീഡ് V1 V2 V3 ആയിരിക്കും. അത് കിലോമീറ്റർ പെർ അവറിലാണ് V1 V2 3 പറയുന്നത്. ക്യാപിറ്റൽ N എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിൻസ്. അപ്പം ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം കാണും. ഓക്കെ, അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇക്വിലിബ്രിയം സ്പീഡ് കണ്ടുപിടിക്കാം. അത് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നതിൻ്റെ അനുസരിച്ച്, അപ്പം വി മാക്സ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ മേളിലാണ് ഒരു വാല്യൂ ആണെങ്കിൽ നമുക്ക് ആ ആദ്യത്തെ കേസ് യൂസ് ചെയ്യാം. 0.75 വെച്ചിട്ട് വി മാക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മാർട്ടിൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ വേണം നമുക്ക് ലാസ്റ്റ് ഇക്വിലിബ്രിയം സ്പീഡായിട്ട് എടുക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ട്രാക്കിൽ. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ. അതല്ല മൂന്നാമത്തെ കേസിലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെങ്കിൽ ആ ഇക്വേഷൻ വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആ സ്പീഡ് വേണം നമ്മൾ ഇക്വിലിബ്രിയം സ്പീഡായിട്ട് എടുക്കാൻ. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ഫോർ ബ്രോഡ് ഗേജ് ആൻഡ് മീറ്റർ ഗേജ് ട്രാക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് ലിമിറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് വെച്ചാൽ സൂപ്പർ എലിവേഷൻ ഒരു ലിമിറ്റ് ഉണ്ട്, അതിൽ കൂടാൻ പാടില്ല. അതെന്താന്ന് നോക്കാം. അപ്പം മാക്സിമം വാല്യൂ ഓഫ് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗേജ് വാല്യൂ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ബ്രോഡ് ഗേജ് ആകുമ്പോൾ 1.676 അങ്ങനെ പറഞ്ഞു, മീറ്റർ ഗേജ് 1 ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആ വാല്യൂ ഇൻറ്റു 1/10 അതായിരിക്കും മാക്സിമം ഒരു ട്രാക്കിൽ കൊടുക്കാൻ പറ്റിയ സൂപ്പർ എലിവേഷൻ. ഓക്കെ, അപ്പം നമ്മൾ സൂപ്പർ എലിവേഷൻ നമ്മൾ ട്രാൻസിഷൻ കേർവ്സ് ഒക്കെ കൊടുത്തിട്ട് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മൂത്ത്ലി അല്ലെങ്കിൽ യൂണിഫോംലി നമ്മൾ ട്രെയിൻ പോകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, സ്ട്രെയിറ്റ് ട്രാക്ക്, പിന്നെ ഒരു ട്രാൻസിഷൻ കേർവ്, പിന്നെയാണ് കേർവ് നമ്മുടെ സർക്കുലർ കേർവ് വരുന്നത് അല്ലേ. അപ്പോൾ സൂപ്പർ എലിവേഷൻ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എവിടെ തൊട്ടാണ്? ട്രാൻസിഷൻ കേർവിൻ്റെ ബിഗിനിങ് തൊട്ട് നമ്മൾ ട്രാൻസിഷൻ കേർവും സർക്കുലർ കേർവും കൂടെ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കുലർ കേർവിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ,
അവിടം വരെ ആയിരിക്കും നമ്മൾ ഈ സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ട്രാൻസാക്ഷൻ കർവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് സൂപ്പർ എലിവേഷൻ 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫുൾ വാല്യൂ എത്തുന്നത് ഈ ട്രാൻസാക്ഷൻ കർവും അടുത്ത സർക്കുലർ കർവ് കൊണ്ട് ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന പോയിന്റിലാണ്. ഓക്കെ, അപ്പം ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഗേജ് വാല്യൂ ഇൻറ്റു 1/10. അപ്പം ബ്രോഡ് ഗേജ് ആകുമ്പം ഞാൻ അവിടെ നിങ്ങളിത് നോക്കുക കേട്ടോ, ഇത് ഓക്കെ. അപ്പം ബ്രോഡ് ഗേജ് ആകുമ്പം എത്രയാണ് അതിൻ്റെ ഗേജ് വാല്യൂ? 1.65 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ 1.65 ഇൻറ്റു 1/10 ചെയ്യുക. അപ്പം നമുക്ക് മീറ്ററിലുള്ള സൂപ്പർ എലിവേഷൻ കിട്ടും. അപ്പം ഇതിൽ ഞാൻ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്റർ വാല്യൂ. അപ്പം നിങ്ങൾ സെൻറ്റിമീറ്റർ വാല്യൂ പഠിച്ചാൽ മതി, കാരണം ക്വസ്റ്റ്യൻസ് കൂടുതൽ ആ സെൻറ്റിമീറ്റർ വാല്യൂവിനനുസരിച്ചാണ് വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ, ഗേജ് വാല്യൂ ഇൻറ്റു 1/10. പിന്നെ അത് മീറ്ററിലായിരിക്കും കിട്ടുന്നത്, നിങ്ങൾ മീറ്ററിലാണ് ഗേജ് കൊടുക്കുന്നതെങ്കിൽ, എന്നിട്ട് അതിനെ സെൻറ്റിമീറ്ററിലാക്കുക. അപ്പം ഈ വാല്യൂസ് പഠിച്ചാൽ മതി, 16.5, 10, 7.6. ഓക്കെ, ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലുള്ളത് കാണ്ട് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ ഡെഫിഷ്യൻസി എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നും പിന്നെ അത് കാണ്ട് ഡെഫിഷ്യൻസി പോലെ തന്നെ കാണ്ട് എക്സസും ഉണ്ട്. അപ്പം ഞാൻ അതും കൂടെ ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പം കാണ്ട് ഡെഫിഷ്യൻസി എന്താണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ട്രെയിൻ ട്രാവൽസ് അറൌണ്ട് എ കർവ് അറ്റ് എ സ്പീഡ് ഹയർ ദാൻ ദി ഇക്വിലിബ്രിയം സ്പീഡ്. നമ്മളൊരു ഇക്വിലിബ്രിയം സ്പീഡ് നമ്മൾ മറ്റ് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ട്രാക്കിൽ നമ്മൾ ഡിസൈഡ് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ സ്പീഡിലെങ്കിലും കൂടുതൽ സ്പീഡിൽ ഒരു ട്രെയിൻ ആ ഒരു കർവിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കേസാണ് കാണ്ട് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ആവശ്യത്തിന് അവിടെ സൂപ്പർ എലിവേഷൻ ഇല്ലാത്തൊരു കേസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ തിയറിറ്റിക്കൽ കാണ്ട് റെക്വേർഡ് ഫോർ സച്ച് ഹൈ സ്പീഡ്. എന്ന് വെച്ചാൽ ആ ഹൈ സ്പീഡിന് വേണ്ട ഒരു തിയറിറ്റിക്കൽ കാണ്ട് വാല്യൂ ഉണ്ട്, ആൻഡ് ദി ആക്ച്വൽ കാണ്ട് പ്രൊവൈഡ്. നമ്മൾ പക്ഷെ പ്രൊവൈഡ് ചെയ്യിക്കുന്ന ഒരു കാണ്ട് ഉണ്ടല്ലോ, സൂപ്പർ എലിവേഷൻ ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ കാണ്ട് ഡെഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി കാണ്ട് എക്സസ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. എന്താന്ന് വെച്ചാൽ ഇറ്റ് ഒക്കേഴ്സ് വെൻ എ ട്രെയിൻ ട്രാവൽസ് അറൌണ്ട് എ കർവ് അറ്റ് എ സ്പീഡ് ലോവർ ദാൻ ദി ഇക്വിലിബ്രിയം സ്പീഡ്. ഇക്വിലിബ്രിയം സ്പീഡിനേക്കാളും ചെറിയ സ്പീഡിലാണ് ട്രെയിൻ അതിൽ കൂടെ പോകുന്നതെങ്കിൽ ആണ് കാണ്ട് എക്സസ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കാണ്ട് പ്രൊവൈഡഡ് ആൻഡ് ദി തിയറിറ്റിക്കൽ കാണ്ട് റെക്കോർഡ് ഫോർ സച്ച് എ ലോ സ്പീഡ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും കാണ്ട് എക്സസ്. ഇനി അത് ബ്രോഡ് ഗേജ് ആകുമ്പോൾ കാണ്ട് എക്സസിന്റെ വാല്യൂ ഷുഡ് നോട്ട് ബി മോർ ദാൻ 75 mm ആൻഡ് മീറ്റർ ഗേജ് ആകുമ്പോൾ 65 mm കൂടാൻ പാടില്ല. ഓക്കെ, അപ്പം കാണ്ട് ഡെഫിഷ്യൻസി ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിലിബ്രിയം കാണ്ട് നെസസറി ഫോർ ദി മാക്സിമം. ആ മാക്സിമം സ്പീഡിന് വേണ്ട ഒരു കാണ്ട് വാല്യൂ ഉണ്ടായിരിക്കും, അതും ആക്ച്വൽ കാണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യിക്കുന്ന കാണ്ട് വാല്യൂ ഉണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പം കാണ്ട് ഡെഫിഷ്യൻസിക്ക് നമ്മളൊരു ലിമിറ്റ് പറയുന്നുണ്ട്, അതിന് ഇത്രയേ ആകാൻ പാടുള്ളൂ. 2 റീസൺസ് കൊണ്ടാണ്. ഒന്ന്, ഹയർ കാണ്ട് ഡെഫിഷ്യൻസി ആയാൽ അത് ഹയർ ഡിസ്കംഫോർട്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ കൂടിയാൽ എക്സ്ട്രാ പ്രഷറും അതുപോലെ ലാറ്ററൽ ഫോഴ്സ് ഓൺ ഔട്ടർ റെയിലിലോട്ട് ഒത്തിരി പ്രഷർ ചെല്ലും. ഈ 2 റീസൺസ് കൊണ്ടാണ് അതിനും ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടില്ലേ നിങ്ങൾ? മാക്സിമം പെർമിസിബിൾ സൂപ്പർ എലിവേഷൻ ഇങ്ങനെയാണെങ്കിൽ ആക്ച്വൽ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ചെറുതായിരിക്കും. എന്ന് വെച്ചാൽ കൊടുത്തിരിക്കുന്നത് ചെറുതായിരിക്കും, നമുക്ക് മാക്സിമം സ്പീഡിന് വേണ്ട സൂപ്പർ എലിവേഷൻ ഇച്ചിരി കൂടുതലായിരിക്കും. അത് തമ്മിലുള്ള ആ ഡിഫറൻസ്. ഓക്കെ, പിന്നെ ഈ ഒരു ടേബിളിലൂടെ പഠിക്കണം. ബ്രോഡ് ഗേജ് ആകുമ്പോൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കാണ്ട് ഡെഫിഷ്യൻസിയുടെ വാല്യൂ സെന്റിമീറ്ററിലാണ് കൊടുത്തിട്ടുണ്ട്, മീറ്റർ ഗേജിന് കൊടുത്തിട്ടുണ്ട്. അത് വാല്യൂസ് പഠിക്കാം കേട്ടോ. ഈ പല ടേബിൾസ് നമ്മൾ കണ്ടു, അതെല്ലാം പഠിക്കേണ്ടതാണ്. കാരണം പ്രോബ്ലത്തിൽ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും തന്നിട്ടില്ലായിരിക്കും, കാണ്ട് ഡെഫിഷ്യൻസി ഫോർ ബ്രോഡ് ഗേജ് ഇത്രയാണെന്നൊന്നും പറഞ്ഞ് തരത്തില്ല. അപ്പോൾ നമ്മളത് പഠിച്ചേ പറ്റൂ. അപ്പം ഒരു 3-4 വർഷം എഴുതി നോക്കിയാൽ അത് പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് പഠിക്കാം. ഇനി അടുത്തത് മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ കർവ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ? ഇക്വിലിബ്രിയം സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് ടു ബി പ്രൊവൈഡഡ് ഓൺ എ ട്രാക്ക് ആയിരുന്നു. ഇനിയിപ്പം ആ ട്രാക്ക് തന്നെ അല്ലെങ്കിൽ കർവ് തന്നെ അവിടെ കൊടുക്കാൻ പറ്റിയ മാക്സിമം പെർമിസിബിൾ സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ 4 രീതിയിൽ കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ നമ്മുടെ ഹൈവേ എഞ്ചിനീയറിംഗ് തന്നെ ഇങ്ങനെ 3-4 ടൈപ്പ് ചെയ്തിട്ട് അതിലെ ഏറ്റവും ലീസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൂപ്പർ എലിവേഷനോ അവിടുത്തെ സ്പീഡോ എന്തോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 രീതിയിൽ ചെയ്തിട്ട് അതിലെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എ എന്ന് പറയുന്നത് ഓരോ സെക്ഷനും ഇത്രയും മാക്സിമം സാങ്ഷൻഡ് സ്പീഡ് ഉണ്ടായിരിക്കും. അതിങ്ങനെ നേരത്തെ അപ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്, മാക്സിമം സാങ്ഷൻഡ് സ്പീഡ്. അതാണ് ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർട്ടിൻസ് ഫോർമുല വെച്ചിട്ട് നമ്മൾ ഒരു സ്പീഡ് കണ്ടുപിടിക്കണം. സേഫ് സ്പീഡ് മാർട്ടിൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. ആ ഒരു ഫോർമുല അറിയായിരിക്കും, ആ ഫോർമുല വെച്ചിട്ടുള്ള വി കണ്ടുപിടിക്കണം. ഇനി അടുത്തത് ഇക്വിലിബ്രിയം കാണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കാണ്ടിന്റെ ഇക്വേഷനിലെ സൂപ്പർ എലിവേഷൻ്റെ ഏതാ?
ജി ഇൻറ്റു വി സ്ക്വയർ ബൈ 1.27 ഇൻറ്റു ആർ. ആ ഇക്വേഷനകത്തൊരു വി ഇല്ലേ? ഇപ്പം സ്മോൾ ഇ കയ്യിലുണ്ടെങ്കിൽ, സൂപ്പർ എലിവേഷൻ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വി കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് സ്പീഡ് കണ്ടുപിടിക്കാം. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കേർവ് എന്ന് വെച്ചാൽ ട്രാൻസിഷൻ കേർവിന്റെ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എല്ലിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ എങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന്റെ വാല്യൂസ് നമുക്ക് ഇപ്പം നോക്കാം, ഇക്വേഷൻസ്. ബാക്കി എല്ലാത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, മാർട്ടിൻസ് ഫോമിലെയും സൂപ്പർ എലിവേഷൻ്റെ കാര്യം നമുക്കറിയാം. ഇനി ലെന്ത് ഓഫ് സൂപ്പർ എലിവേഷൻ തന്നുള്ള ഈ കാര്യങ്ങൾ, ഒന്ന് അവിടുത്തെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് 100 km/h ആണെങ്കിൽ, നോർമൽ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് 100 km/h ആണെങ്കിൽ അവിടെ വി മാക്സ് അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുന്നത് 134 ഇൻറ്റു എൽ തന്നിട്ടുണ്ടായിരിക്കും ക്വസ്റ്റിനകത്ത്, ഡിവൈഡ് ബൈ ഇ സൂപ്പർ എലിവേഷൻ വാല്യൂ, അല്ലെങ്കിൽ 134 ഇൻറ്റു എൽ ബൈ ഡി. ഡി എന്ന് പറയുന്നത് അവിടെ മറ്റേ സ്കാണ്ട് ഡെഫിഷ്യൻസി എന്നുള്ളതാണ്. ഇയും ഡിയും MM-ലായിരിക്കണം. അതുപോലെ സ്പീഡ് എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞല്ലോ, അതിന് മേളിലാണ് ആ ഒരു ട്രെയിനിന്റെ സ്പീഡെങ്കിൽ അവിടെ വി മാക്സിന്റെ വാല്യൂ 198 ഇൻറ്റു എൽ ബൈ ഇ. മറ്റേതാണെങ്കിൽ ഡി ആണുള്ളതെങ്കിൽ 198 ഇൻറ്റു എൽ ബൈ ഡി. ഓക്കെ, അപ്പോൾ രണ്ടും MM-ലായിരിക്കണം. ഇ എന്ന് പറയുന്നത് സൂപ്പർ എലിവേഷൻ, ഡി എന്ന് പറയുന്നത് കാണ്ട് ഡെഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ 4 രീതിയിലും ചെയ്തിട്ട് ഇതിലെ ലോവസ്റ്റ് വാല്യൂ വേണം കൊടുക്കാൻ. ഓക്കെ, ഇനി അടുത്തത് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ. ഓക്കെ, നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ. നേരത്തെയൊക്കെ പറഞ്ഞത് എന്തായിരുന്നു? പോസിറ്റീവ് സൂപ്പർ എലിവേഷൻ ആയിരുന്നു അല്ലേ? നമ്മൾ അവിടെ ഇത്രയും പൊക്കി കൊടുക്കണം. അപ്പോൾ ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനേക്കാൾ ഇത്രയും മീറ്റർ പൊക്കണം. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരുന്നു ഔട്ടർ റെയിലിൽ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇനി നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ എന്താ നോക്കാം. അപ്പോൾ അത് ഒക്കൂർ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ, വെൻ എ ബ്രാഞ്ച് ലൈൻ ഡൈവേർജസ് ഔട്ട് ഓഫ് എ മെയിൻ ലൈൻ. ഒരു മെയിൻ ലൈൻ അല്ലെങ്കിൽ മെയിൻ റെയിൽവേ ട്രാക്ക്, ആ ഒരു ലൈനിൽ നിന്ന് ഒരു ബ്രാഞ്ച് ലൈൻ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോയാൽ അവിടെയാണ്, അങ്ങനത്തെ കേസിലാണ് സൂപ്പർ എലിവേഷൻ നെഗറ്റീവ് ആകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ. മെയിൻ ട്രാക്ക് കാണാലോ, മെയിൻ ട്രാക്ക്. ഓക്കെ, ഇവിടുത്തെ ഔട്ടർ റെയിൽ ഏതാണ്? EAC അല്ലേ? ഇന്നർ റെയിലോ BD. ഇതേതാണ്? ബ്രാഞ്ച് ലൈൻ. ഇതിൽ നിന്ന് ഡൈവേർജ് ചെയ്ത മെയിൻ ലൈനിൽ നിന്ന്. ഇവിടുത്തെ ഇന്നർ റെയിൽ AEയും ഔട്ടർ റെയിൽ BFും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനിയും ഇവിടുത്തെ ഫോർ മെയിൻ ലൈൻ കേർവിന്, മെയിൻ ലൈനിലെ കേർവിന് നമുക്ക് സൂപ്പർ എലിവേഷൻ കൊടുക്കണമല്ലോ, കേർവ് ആയതുകൊണ്ട്. അപ്പോൾ അവിടെ എന്താണ്? അവിടുത്തെ ഔട്ടർ റെയിൽ ഏതാ? AC, ഇന്നർ റെയിൽ BD. അപ്പം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ചെയ്യുന്നത്? ഔട്ടർ റെയിലല്ലേ പൊക്കി കൊടുക്കുന്നത്. അപ്പോൾ ഔട്ടർ റെയിൽ AC മസ്റ്റ് ബി ഹയർ ദാൻ ഇന്നർ റെയിൽ BD. ഓക്കെ, അപ്പം എന്ന് വെച്ചാൽ എന്താണ്? A ഈസ് ഹയർ ദാൻ B അല്ലേ? A ഇച്ചിരി പൊങ്ങും. ഓക്കെ, ഇനി ബ്രാഞ്ച് ലൈൻ ആകുമ്പോഴോ? ബ്രാഞ്ച് ലൈൻ കേർവിൽ എങ്ങനെയാണ്? ഔട്ടർ റെയിൽ ഏതാണ്? BF ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇന്നർ റെയിൽ AE ആയിരുന്നു. അപ്പം അവിടെ എന്താണ്? BF ഷുഡ് ബി ഹയർ ദാൻ ഇന്നർ റെയിൽ അല്ലേ? BF ആണ് പൊങ്ങിയിരിക്കേണ്ടത്. അപ്പം എന്താണ്? B ഈസ് ഹയർ. അവിടെ അപ്പം ആ ഒരു കേസിൽ പറയുമ്പോൾ B ഹയർ ആയിരിക്കണം എയിൽ നിന്ന്. ഇത് രണ്ടും കൂടെ നടക്കുവോ? ഇല്ലല്ലേ. രണ്ട് കണ്ടീഷൻസുടെ സെയിം ടൈം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു കോൺട്രറി കണ്ടീഷൻ, നമുക്ക് രണ്ടും കൂടെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ ലൈനിന് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഓക്കെ, മെയിൻ ലൈനിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ബ്രാഞ്ച് ലൈനിലെ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് ലൈൻ കേർവിലെ ഔട്ടർ റെയിൽ BF ഉണ്ടല്ലോ, അതിനെ എന്തെടുക്കുമെന്ന് വെച്ചാൽ ഇന്നർ റെയിലിനേക്കാളും താത്ത് കൊടുക്കും. കാരണം മെയിൻ ലൈനിൽ ആണല്ലോ ഈ A ഇരിക്കുന്നത്, A എന്ന ആ ഒരു പോയിന്റ്. A നമ്മൾ മെയിൻ ലൈൻ വെച്ച് നോക്കുമ്പോൾ അതാണല്ലോ പൊക്കി കൊടുക്കേണ്ടത്. A മസ്റ്റ് ബി ഹയർ ദാൻ B അല്ലേ? അപ്പം നമ്മൾ മെയിൻ ലൈൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ബ്രാഞ്ച് ലൈനിലെ ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനെ വെച്ചിട്ട് നമ്മൾ എന്തെടുക്കും? ലോവർ ആയിട്ട് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പം എന്താ പറ്റുന്നത്? ബ്രാഞ്ച് ലൈൻ കേർവിൽ എന്താ? സൂപ്പർ എലിവേഷൻ ഉണ്ട്. സൂപ്പർ എലിവേഷൻ ആ കേർവിലുണ്ട്, പക്ഷെ അതെന്താ? നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ. അവിടെ ഔട്ടർ റെയിൽ അല്ല പൊങ്ങിയത്, ഇന്നർ റെയിലാണ് ഹയർ ആയത്. അപ്പം അങ്ങനത്തെ കേസിൽ ബ്രാഞ്ച് ലൈനിൽ ഉണ്ടാകുന്ന സൂപ്പർ എലിവേഷൻ ആണ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ലൈനിലെ ഔട്ടർ റെയിലാണ് പൊക്കി കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒരേ സ്ഥലത്ത് വന്നപ്പോഴേക്കും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും. അവിടെ ബ്രാഞ്ച് ലൈനിൽ ഇന്നർ റെയിൽ പൊക്കി കൊടുക്കും, ഔട്ടർ റെയിൽ താത്ത് കൊടുക്കും. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ കേസിൽ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന പോയിന്റിൽ നമ്മൾ രണ്ട് ട്രാക്കിലുള്ള സ്പീഡ് ഓഫ് ട്രെയിൻ റെഡ്യൂസ് ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം. ഇത്രയേ ആകാൻ പാടുള്ളൂ. കാരണം ഇങ്ങനത്തെ കേസാണ്. സൂപ്പർ എലിവേഷൻ ശരിക്കും ഔട്ടർ റെയിലാണ് പൊക്കി കൊടുക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കേസ് രണ്ടും ഒരുമിച്ച് മീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പം ഇങ്ങനത്തെ പോർഷനിൽ കൂടെ ട്രെയിൻ പോകുമ്പം അത്രയും സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് വേണം പോകാൻ. എസ്പെഷ്യലി
ബ്രാഞ്ച് ലൈനിൽ കൂടെ പോകുന്നത് നല്ല സ്പീഡ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടായി. ഇപ്പം ഇത്രയും സ്പീഡിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് അവിടെ സിഗ്നൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ബോർഡ്. അതനുസരിച്ച് വേണം ആ ഒരു പോർഷൻ കൂടെ ട്രെയിൻ മൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നെഗറ്റീവ് സൂപ്പർഎലിവേഷൻ എന്താണെന്നുള്ളത്. ഇനി അടുത്തത് ജസ്റ്റ് നമുക്ക് ക്വസ്റ്റിനകത്ത് ഇപ്പം ബ്രാഞ്ച് ലൈനിലെ ആ റെസ്ട്രിക്റ്റഡ് സ്പീഡ് കണ്ടുപിടിക്കാനൊക്കെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം റെസ്ട്രിക്റ്റഡ് സ്പീഡ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കണമായിരിക്കുമല്ലോ. എത്രയാണ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം ആദ്യമേ നമ്മൾ ക്വസ്റ്റിനകത്ത് മെയിൻ ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമ്മൾ മെയിൻ ലൈനിൻ്റെ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ സാധാരണ കൊടുത്ത സൂപ്പർ എലിവേഷൻ വാല്യൂ ഉണ്ടായിരിക്കും, അത് കണ്ടുപിടിക്കുക. അതിന് നമുക്ക് എക്സ് എന്ന് കൊടുത്താൽ ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതേ മൈനസ് ഓരോ ഗേജും നമുക്കറിയാം, ഓരോ ഗേജിൻ്റെയും കാണ്ട് ഡെഫിഷ്യൻസിയുടെ മാക്സിമം വാല്യൂ നമ്മൾ ആ ഒരു ടേബിൾ വെച്ച് കാണാൻ പഠിക്കുമല്ലോ. ആ വാല്യൂ മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പം മെയിൻ ലൈനിൻ്റെ സൂപ്പർ എലിവേഷൻ കിട്ടും. ഇനി ആ വാല്യൂ തന്നെ ആയിരിക്കും നമ്മൾ ബ്രാഞ്ച് ലൈനിന് നമ്മൾ കൊടുക്കുന്ന കാണ്ടിൻ്റെ വാല്യൂ മൈനസ് ആവുന്നതേ ഉള്ളൂ, നെഗറ്റീവ് ആകും എന്നേ ഉള്ളൂ. മറ്റേ ആ എക്സ് തന്നെ നെഗറ്റീവ് ആ സെയിം എക്സ് ആകും. ഇനിയും നമുക്ക് ആ ബ്രാഞ്ച് ലൈനിൻ്റെ പ്രൊവൈഡഡ് കാണ്ട് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാക്സിമം അവിടുത്തെ സൂപ്പർ എലിവേഷൻ, മാക്സിമം അവിടുത്തെ പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് പ്രൊവൈഡഡ് കാണ്ടാണ് ഉള്ളത്, നമുക്ക് ഇക്വിലിബ്രിയം കാണ്ടിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. കാരണം ആ വാല്യൂ വേണം നമ്മൾ ഇ ഈക്വൽ ടു GV² ഇക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം ആ മൈനസ് എക്സിൻ്റെ കൂടെ കാണ്ട് ഡെഫിഷ്യൻസി ആഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന ഇ വേണം നമ്മൾ ആ ഒരു പെർമിസിബിൾ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാൻ, ഇയുടെ സ്ഥാനത്ത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? വി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ആൻ 8 degree curve track diverges from a main curve of 5 degree. അപ്പോൾ ഒരു മെയിൻ കേർവ് 5 ഡിഗ്രിയിലാണ്, അതിൽ നിന്നൊരു 8 degree ആയിട്ടുള്ള ഒരു കേർവ് ഡൈവേർജ് ചെയ്തു. അപ്പോൾ അതാണ് ബ്രാഞ്ച് ലൈൻ ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് അങ്ങനെ പോയി. ഓഫ് എ ബ്രോഡ് ഗേജ് യാർഡ്, ബ്രോഡ് ഗേജ് ആണ് അവിടുത്തെ ട്രാക്ക്. അപ്പോൾ അത്രയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദിസ് സൂപ്പർ എലിവേഷൻ ആൻഡ് ദി സ്പീഡ് ഓൺ ദി ബ്രാഞ്ച് ലൈൻ. അപ്പം ബ്രാഞ്ച് ലൈനിലെ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കണം, സ്പീഡും കണ്ടുപിടിക്കണം. ഇഫ് ദി മാക്സിമം സ്പീഡ് പെർമിറ്റഡ് ഓൺ ദി മെയിൻ ലൈൻ ഈസ് 45 km/h. മെയിൻ ലൈനിലുള്ള മാക്സിമം സ്പീഡ് തന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം കണ്ടുപിടിക്കുക. ബ്രാഞ്ച് ലൈനിലുള്ള സൂപ്പർ എലിവേഷൻ സ്പീഡും കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യമേ എന്തെടുത്തു? നമ്മൾ മെയിൻ ലൈനിലുള്ള ഇക്വിലിബ്രിയം സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കാണ്ട് കണ്ടുപിടിക്കണം. അപ്പം ബ്രോഡ് ഗേജ് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ജിയുടെ വാല്യൂ 1.676, ബി തന്നിട്ടുണ്ട് 45, ഡിയുടെ വാല്യൂ 5 degree. അപ്പം 6 കണ്ടുപിടിക്കുക. റേഡിയസ് നമുക്ക് ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് തന്നിട്ടില്ല, പക്ഷേ ഡി നമുക്ക് ഡിഗ്രി ഓഫ് കേർവ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് R ഈക്വൽ ടു എന്താ 1720/d അല്ലേ, അത് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വിലിബ്രിയം കാണ്ടിൻ്റെ ഇക്വേഷനില്ലേ GV² 1.27 × R, ആ വാല്യൂസ് ഇട്ട് കൊടുക്കുക. സെൻറ്റിമീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം കാണ്ട് കിട്ടി. ഇനി നമുക്ക് എന്തെടുക്കണം? നമ്മൾ കൊടുത്ത മെയിൻ ട്രാക്കിൽ നമ്മൾ കൊടുത്ത പ്രൊവൈഡ് ചെയ്ത കാണ്ട് കണ്ടുപിടിക്കണം. അതിനെന്തെടുക്കണം? ഈ ഇക്വിലിബ്രിയം കാണ്ടിൽ നിന്ന് നമ്മൾ കാണ്ട് ഡെഫിഷ്യൻസി മൈനസ് ചെയ്യണം. അപ്പം 7.78 നിന്ന് നമ്മൾ കാണ്ട് ഡെഫിഷ്യൻസി ഫോർ ബ്രോഡ് ഗേജ് എത്രയാണ്? ടേബിൾ നോക്കി പഠിക്കണം. 7.6 cm. അപ്പോൾ സെൻറ്റിമീറ്റർ വാല്യൂ തന്നെയാണ്. അപ്പം മൈനസ് ചെയ്യാം, 0.18 cm എന്ന് കിട്ടും. ഓക്കെ, അപ്പം അത്രയാണ് നമ്മൾ മെയിൻ ട്രാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും അതിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ബ്രാഞ്ച് ട്രാക്ക് അല്ലെങ്കിൽ ബ്രാഞ്ച് ലൈനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ നെഗറ്റീവ് 0.187 cm. ഇനിയും നമുക്ക് റെസ്ട്രിക്റ്റഡ് സ്പീഡ് കണ്ടുപിടിക്കണം. അതിന് മുന്നേ നമ്മൾ ഇക്വിലിബ്രിയം കാണ്ട് ഫോർ ബ്രാഞ്ച് ലൈൻ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ 0.18 നെഗറ്റീവ് 0.18 അതിൻ്റെ കൂടെ ബ്രോഡ് ഗേജിൻ്റെ കാണ്ട് ഡെഫിഷ്യൻസി വാല്യൂ ഇല്ല, അത് ആഡ് ചെയ്യുക. മറ്റേടത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ചെയ്താൽ, കാരണം അവിടെ ഇക്വിലിബ്രിയം കാണ്ടുണ്ട്, അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്തു. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതുണ്ട്, ഇനി ഇക്വിലിബ്രിയം കാണ്ട് കണ്ടുപിടിക്കാൻ പ്ലസ് കാണ്ട് ഡെഫിഷ്യൻസി ചെയ്തു എന്ന് വെച്ചാൽ പ്ലസ് 7.6 ചെയ്തു, 7.42 cm. അപ്പോൾ അതാണ് അവിടെ നമ്മൾ കൊടുക്കാനുള്ള ഇക്വിലിബ്രിയം കാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആ ഇയുടെ വാല്യൂ വെച്ചിട്ട് നമ്മൾ മറ്റേ GV² 1.27 × R. ഇവിടുത്തെ R എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി ഓഫ് കേർവ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതെന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രി ഓഫ് കേർവ്, ബ്രാഞ്ച് കേർവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 8 ഡിഗ്രിയാണ്. അപ്പം 1720/R ഡിയുടെ വാല്യൂ 8 എന്ന് നിങ്ങൾ വരും, അതൊന്ന് നോക്കുക. അപ്പോൾ km/h കിട്ടും. ഓക്കെ, വാല്യൂ കാരണം V എന്ന് പറയുന്നത് km/h പറഞ്ഞിരിക്കുന്നത്.
രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നുണ്ട്. അതിന് ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻസർ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറൊരു സ്ലൈഡിൽ കണ്ടതാണ്. ക്വസ്റ്റ്യൻ ഞങ്ങൾ പേസ്റ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക, ഈ ആൻസർ ആണോ കിട്ടുന്നത് നോക്കുക. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, വാട്ട് ഈസ് ദി ഇക്വിലിബ്രിയം കാണ്ട് ഓൺ എ 2 degree curve ഓൺ എ ബ്രോഡ് ഗേജ്. ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത് 2 degree curve ആണെന്ന് പറയുന്നുണ്ട്. ഇഫ് 15 trains, 10 trains, 5 trains and 2 trains are running at പല സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തെടുക്കണം? വെയ്റ്റഡ് ആവറേജ് സ്പീഡ് അല്ലേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾക്ക് ഇക്വിലിബ്രിയം സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. N1 × V1 + N2 × V2. അപ്പോൾ അതിൽ ഇവിടെ ആണെങ്കിൽ 15 ട്രെയിൻസ് അല്ലേ, 15 × 50 + 10 × 60 + 5 × 70 + 2 × 80 ഡിവൈഡ് ബൈ ടോട്ടൽ ട്രെയിൻ, എല്ലാത്തിനും കൂടെ ആഡ് ചെയ്യുക, നമ്പർ ഓഫ് ട്രെയിൻസ്. അപ്പോൾ വെയ്റ്റഡ് ആവറേജ് കിട്ടും. അപ്പോൾ ഇതാണോ കിട്ടുകയെന്ന് നോക്കുക. km/h കിട്ടുന്നത്. എന്നിട്ട് V കിട്ടുമല്ലോ. ഇനി എന്തെടുക്കണം? E കണ്ടുപിടിക്കണം. E കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? GV² / 1.27 × R. R എന്ന് പറയുന്നത് റേഡിയസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം എന്തെടുക്കണം? 1720 ഡിയുടെ വാല്യൂ ഡി ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഓക്കെ, പിന്നെന്താണ്? V നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ജിയുടെ വാല്യൂ ബ്രോഡ് ഗേജ് ആകുമ്പോൾ എത്രയാണ്? 1.676. അത് ചെയ്യുക. എന്നിട്ട് സോൾവ് ചെയ്യുക. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ സോൾവ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതും ചെയ്ത് നോക്കണം. ആൻസർ ഇതിലുണ്ട്, ഇത് കറക്റ്റ് ആണോ നോക്കിയാൽ മതി നിങ്ങൾ സോൾവ് ചെയ്തിട്ട്. ഇപ്പോൾ കാൽക്കുലേറ്റ് മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓൺ എ കർവ്. മാക്സിമം പെർമിസിബിൾ സ്പീഡ് അതെങ്ങനെയായിരുന്നു? 4 രീതിയിൽ ചെയ്യണം, അതിലെ ലീസ്റ്റ് എടുക്കണം. ഓക്കെ, ആ ഒരു കേസാണ് കേട്ടോ. ഓഫ് ഹൈ സ്പീഡ് ബ്രോഡ് ഗേജ് ആണെന്ന് പറയുന്നുണ്ട്. ഹാവിങ് ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്. ഡിഗ്രി ഓഫ് കർവ് തന്നിട്ടുണ്ട് 1 degree. സൂപ്പർ എലിവേഷൻ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി ട്രാൻസിഷൻ കർവ് L തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8 cm. മാക്സിമം സാങ്ഷൻഡ് സ്പീഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 4 രീതി കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെയാണ്? 4 രീതി കണ്ടുപിടിച്ചിട്ട് അതിലെ ലോവസ്റ്റ് വാല്യൂ ആണ് മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പം സേഫ് സ്പീഡ് എന്ന് വെച്ചാൽ മാർട്ടിൻസ് ഫോമിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുക. വാല്യൂസ് എല്ലാം ഉണ്ട്. ഡിഗ്രി ഓഫ് കർവ് ആണോ ഉള്ളത്, അത് നമുക്ക് 6 കണ്ടുപിടിക്കാമല്ലോ, അത് ചെയ്യുക. പിന്നെ സൂപ്പർ എലിവേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള V കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, അതിനൊരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ. 100 km മേളിലാണെങ്കിൽ അല്ലെങ്കിൽ 100 താഴെ ആണെങ്കിലുള്ള 2 ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ 153 km/h എന്ന് പറയുന്നത് 100 km മേളുള്ളത്. അപ്പോൾ ആ മോർ ദാൻ 100 km/h ഉള്ള ഇക്വേഷൻ വെച്ചിട്ട് അവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കുക. പിന്നെന്താണ്? മാക്സിമം സാങ്ഷൻഡ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എത്രയാണ്? ഇപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോൾ ഇവർ കറക്റ്റ് എഴുതിയിരിക്കുന്നത് 190, 153. ഇപ്പോൾ ഇതിലെ ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് 153 ആണ്. അപ്പം അവർ അതങ്ങ് എടുത്തു. 153 km/h. നമ്മൾ എപ്പോഴും ഒരു ഹോൾ നമ്പർ അല്ലേ പറയുന്നത്, അതുകൊണ്ട് അതിനെ അവർക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 150 km/h എന്ന് എഴുതിയാൽ നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടിയെന്ന വാല്യൂസ് എഴുതിയാലും മതി. ഓക്കെ, അപ്പം ഇതും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക, ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നുണ്ടോ കറക്റ്റ് ആണോ എന്ന്. പിന്നെ പോയിന്റ്സ് ആക്കിയിട്ട് എന്തെഴുതണം? ലെക്ചർ നോട്ട് എഴുതണം. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോ കുഞ്ഞു ടേബിൾ നമ്മൾ കണ്ടായിരുന്നു, ബ്രോഡ് ഗേജ്, നാരോ ഗേജ്, മീറ്റർ ഗേജ്, ആ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാം ഒന്ന് എഴുതി വെക്കുക. നോട്ട്സ് വേണ്ടവർ ചോദിക്കാൻ ഞാൻ അയച്ചു തന്നേക്കാം. ഓക്കെ, അപ്പോൾ ലെക്ചർ നോട്ട് എഴുതുക. ഈ പ്രോബ്ലംസ് എല്ലാം കറക്റ്റാണോ നോക്കുക. പ്രോബ്ലംസ് കറക്റ്റാണോ നോക്കണം എന്തായാലും. ഇതിലെ ആ ഒരു N1 V1 + N2 V2 അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, അത് 2 വർഷത്തേനും 2018-ലെയും 2019-ലെയും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിട്ടുണ്ട്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് വെച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം സിമ്പിളാണ്, വെറുതെ 5 മാർക്ക് കിട്ടും. അപ്പം 2 വർഷം ചോദിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ സൂപ്പർ എലിവേഷൻ്റെ കാര്യങ്ങൾ ക്വസ്റ്റിനകത്ത് പിന്നെ ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു, വാട്ട് ഈസ് സൂപ്പർ എലിവേഷൻ, വാട്ട് ഈസ് ദി നീഡ് ഓഫ് പ്രൊവൈഡിങ് സൂപ്പർ എലിവേഷൻ ഓൺ കർവ്സ്, അത് ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ. ഓക്കെ, അപ്പം ഇതെല്ലാം നോക്കുക, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക.